Hello, wishing everyone a very healthy, happy and prosperous New Year. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ വീഡിയോയിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ പോകുമ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന സെന്റൻസുകളാണ് ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഇംഗ്ലീഷ് വാചകങ്ങളോ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കൊമന്റ്സിലൂടെ എഴുതി അറിയിക്കുക. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് സാധാരണ നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളായിരിക്കണം. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുകയും വേണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ മാത്യു എന്ന ഡോക്ടറെ കാണുവാനായി ക്ലിനിക്കിൽ പോകുന്നതാണ് സിറ്റുവേഷൻ. അപ്പോൾ ആദ്യമായി നമ്മൾ അവിടെ കയറി ചെല്ലുന്നു. റിസപ്ഷനിലിരിക്കുന്നവരോട് പറയാണ്, എനിക്ക് ഡോക്ടർ മാത്യുവിനെ ഒന്ന് കാണണം. എനിക്ക് ഡോക്ടർ മാത്യുവിനെ കാണണം. ഐഡ് ലൈക്ക് ടു സീ പ്ലീസ്. ഐ വുഡ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഐഡ് ലൈക്ക് ടു സീ ഡോക്ടർ മാത്യു പ്ലീസ്. അപ്പോ റിസപ്ഷനിസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഡു യു ഹാവ് എൻ അപ്പോയിന്റ്മെന്റ്? ഡു യു ഹാവ് എൻ അപ്പോയിന്റ്മെന്റ്? നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇത് തന്നെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഹാവ് യു ടേക്കൺ എൻ അപ്പോയിന്റ്മെന്റ്? ഹാവ് യു ടേക്കൺ എൻ അപ്പോയിന്റ്മെന്റ്? എടുത്തിട്ടുണ്ടോ? ടേക്കൺ, ഹാവ് യു ടേക്കൺ, നിങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പോയിന്റ്മെന്റ്? ഇതിന്റെ ഉത്തരം യെസ് എന്നും ആകാം, നോ എന്നും ആകാം. അതായത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കാം അല്ലെങ്കിൽ എടുത്തിട്ടില്ലായിരിക്കാം. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് യെസ് ഐ ഹാവ് എൻ അപ്പോയിന്റ്മെന്റ് അറ്റ്, എന്നിട്ട് എന്താ സമയം അത് പറയുക. അതായത് യെസ് ഐ ഹാവ് എൻ അപ്പോയിന്റ്മെന്റ് അറ്റ് 5 o'clock അല്ലെങ്കിൽ ഐ ഹാവ് എൻ അപ്പോയിന്റ്മെന്റ് അറ്റ് 5:30 PM. ഇനി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഡോക്ടർ മാത്യുവിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വേണം. അതിന് നമ്മൾ പറയേണ്ടത് നോ ഐഡ് ലൈക്ക് ടു മേക്ക് എൻ അപ്പോയിന്റ്മെന്റ് ടു മാത്യു. നോ, അതായത് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരം നോ ആണ്. അതായത് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ഐഡ് ലൈക്ക് ടു മേക്ക് എൻ അപ്പോയിന്റ്മെന്റ് ടു സീ ഡോക്ടർ മാത്യു. അപ്പോൾ ഡോക്ടർ മാത്യുവിനെ കാണുവാനായി എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് ടു സീ ഡോക്ടർ മാത്യു എന്ന് പറയാം. അതായത് ഡോക്ടർ മാത്യുവിനെ കാണുവാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതല്ലെങ്കിൽ എൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ഡോക്ടർ മാത്യു, അങ്ങനെയും നമുക്ക് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനത് പലതവണ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു കാര്യത്തെ ഒന്നിൽ കൂടുതൽ രീതികളിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാൻ പറ്റും, എസ്പെഷ്യലി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. ഞാൻ ഈ പറയുന്ന രീതി കൂടാതെ മറ്റു പല രീതികളിലും ഇത് അവതരിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്നു. അപ്പോ ഡോക്ടർ മാത്യുവിനെ കാണുവാൻ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം. അപ്പൊ റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യമാണോ ഇവിടെ വരുന്നത്? ഇസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം? ഇത് നിങ്ങളുടെ ആദ്യത്തെ തവണയാണോ? ഹിയർ, ഇവിടെ. ആദ്യമായിട്ടാണ് ഈ ക്ലിനിക്കിൽ വരുന്നതെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ്, യെസ് ഇറ്റ് ഈസ്, അതെ ആദ്യമായിട്ടാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ യെസ് ഇറ്റ് ഈസ്, അതായത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഹിയർ അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. യെസ് ഇറ്റ് ഈസ്, അത് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് നോ ഇറ്റ് ഇസിന്റ്. നോ ഇറ്റ് ഇസിന്റ്. ഇസിന്റ് എന്നത് ഈസ് നോട്ട് എന്നതിന്റെ കോൺട്രാക്ഷൻ ആണ്. അതായത് നോ ഇറ്റ് ഈസ് നോട്ട് മൈ ഫസ്റ്റ് ടൈം. അത്രയും നീണ്ട വാചകം പറയുന്നതിന് പകരമായി ഷോർട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ഇത് നിങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യമാണോ? നോ ഇറ്റ് ഈസ് നോട്ട് അല്ലെങ്കിൽ ഇറ്റ് ഇസിന്റ്. പിന്നീട് റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇതിനു മുൻപ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു രജിസ്റ്റേർഡ് ഹിയർ ബിഫോർ? ഹാവ് യു രജിസ്റ്റേർഡ് ഹിയർ ബിഫോർ? ഇതിനു മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിലും ചോദിക്കാവുന്നതാണ്. ഹാവ് യു രജിസ്റ്റേർഡ് വിത്ത് അസ് ബിഫോർ? ഹാവ് യു രജിസ്റ്റേർഡ് വിത്ത് അസ് ബിഫോർ?
ആദ്യത്തെ വേർഷൻ എന്തായിരുന്നു വെച്ചാൽ ഹാവ് യു രജിസ്റ്റേർഡ് ഹിയർ ബിഫോർ, ഇവിടെ നിങ്ങൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ. രണ്ടാമത് ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇതിനു മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ. സോ ഹാവ് യു രജിസ്റ്റേർഡ് വിത്ത് അസ്. അപ്പോൾ ഇതിന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് യെസ് ഐ ഹാവ്, അതായത് യെസ് ഐ ഹാവ് രജിസ്റ്റേർഡ് വിത്ത് യു ബിഫോർ, അത്രയും നീണ്ടത് പറയാതെ ഐ ഹാവ്, അതിന്റെ അർത്ഥം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. അല്ലെങ്കിലോ നോ ഐ ഹാവൻറ്റ്, അതായത് ഐ ഹാവ് നോട്ട്, അതായത് ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതിനു മുൻപ്. നോ ഐ ഹാവൻറ്റ്. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞതെങ്കിൽ അവർ ചോദിക്കുമായിരിക്കാം can I have your registration number please, അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് തരാവോ അല്ലെങ്കിൽ പറയാമോ. can I have your registration number please. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അവർ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം തന്നിട്ട് അതൊന്ന് ഫില്ലപ്പ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, അതായത് അതിലത്തെ നമ്മുടെ വിവരങ്ങളെല്ലാം അതിൽ ഫില്ലിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനവർ പറയുന്നത് could you fill in this registration form please. could you fill in അല്ലെങ്കിൽ fill out, ഇത് രണ്ടും ഫ്രേസൽ വേർബ്സ് ആണ്. ഒരു ഫോമിൽ അല്ലെങ്കിൽ ഒരു ഒക്കേഷനിൽ നമ്മൾ എഴുതേണ്ട സ്ഥാനത്ത് അതാത് കാര്യങ്ങൾ എഴുതുന്നതിനെ fill out the form എന്ന് പറയാം, അല്ലെങ്കിൽ fill in the form അങ്ങനെ പറയാം. അപ്പൊ ഇവിടെ രജിസ്ട്രേഷൻ ഫോം fill in ചെയ്യാം, fill out ചെയ്യാം. ഓക്കെ, can you fill in the registration form അല്ലെങ്കിൽ can you fill out the registration form. സ്പോക്കൺ ഇംഗ്ലീഷ് ആവുമ്പോൾ ഇവിടെ നമ്മൾ can ഉപയോഗിക്കാം അല്ലെങ്കിൽ could ഉപയോഗിക്കാം. can you please fill in the form, could you please fill in the form, രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ. ഡു യു ഹാവ് ഹെൽത്ത് ഇൻഷുറൻസ്. ഡു യു ഹാവ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി നമ്മൾ ഈ ക്ലിനിക്കിൽ ലേഡി ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയണം. അതിന് നമ്മൾ ചോദിക്കുന്നത് എന്താ, ഇവിടെ ലേഡി ഡോക്ടേഴ്സ് ഉണ്ടോ. അപ്പോ ഡു യു ഹാവ് എനി ലേഡി ഡോക്ടേഴ്സ് ഹിയർ. ഡു യു ഹാവ് എനി ലേഡി ഡോക്ടേഴ്സ് ഹിയർ. ഇതിന്റെ ഉത്തരം യെസ് വി ഹാവ് എന്നായിരിക്കാം, അല്ലെങ്കിൽ നോ വി ഡോണ്ട്, അതായത് വി ഡോണ്ട് ഹാവ് ലേഡി ഡോക്ടേഴ്സ്. അപ്പോൾ ലേഡി ഡോക്ടേഴ്സ് അവിടെ ഇല്ല അല്ലെങ്കിൽ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇല്ല എന്നാണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഡോക്ടർ മാത്യുവിനെ തന്നെ കാണണം. പക്ഷെ നമുക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ മാത്യുവിന് മലയാളം അറിയുമോ. ഡസ് ഡോക്ടർ മാത്യു സ്പീക്ക് മലയാളം. ഡസ് ഡോക്ടർ സ്പീക്ക് മലയാളം, അതായത് ഡോക്ടർ മാത്യു മലയാളം സംസാരിക്കാൻ അറിയുമോ അദ്ദേഹത്തിന് എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരവും അയാൾക്ക് മലയാള എന്നാണെന്ന് വിചാരിക്കുക. നോ ഹി ഡസൻ സ്പീക്ക് മലയാളം, അതായത് നോ ഡോക്ടർ മാത്യു ഡസ് നോട്ട് സ്പീക്ക് മലയാളം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഇനി വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ, മലയാളം സംസാരിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഈ ക്ലിനിക്കിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. ഡു യു ഹാവ് എനി ഡോക്ടർ ഹു സ്പീക്സ് മലയാളം. ഡു യു ഹാവ് എനി ഡോക്ടർ ഹു സ്പീക്സ് മലയാളം. നിങ്ങൾക്ക് മലയാളം സംസാരിക്കുന്ന ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്നാണ് ചോദ്യം. ഡു യു ഹാവ് എനി ഡോക്ടർ ഹു സ്പീക്സ് മലയാളം. അപ്പോൾ ഇതിനകം നേഴ്സ് വരുന്നു, അവർക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കണം, ടെമ്പറേച്ചർ നോക്കണം, പൾസ് നോക്കണം. ഓക്കെ, അപ്പൊ അവർ പറയുന്നത് ഐ നീഡ് ടു ടേക്ക് യുവർ ബ്ലഡ് പ്രഷർ. ഐ നീഡ് ടു ടേക്ക് യുവർ ബ്ലഡ് പ്രഷർ. അതല്ലെങ്കിൽ ഐ നീഡ് ടു ടേക്ക് യുവർ ടെമ്പറേച്ചർ, അതായത് നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കണം. ഐ നീഡ് ടു ടേക്ക് യുവർ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ഐ നീഡ് ടു ടേക്ക് യുവർ പൾസ്. ഐ നീഡ് ടു ടേക്ക് യുവർ പൾസ്. എനിക്ക് നിങ്ങളുടെ പൾസ് നോക്കണം. ഇപ്പൊ ബി പി എടുക്കാൻ വേണ്ടി എൻ്റെ ഷർട്ടിന്റെ സ്ലീവ്സ് ഒന്ന് കയറ്റാനായി നേഴ്സ് ആവശ്യപ്പെടുകയാണ്. അതായത് നിങ്ങളുടെ ഷർട്ടിന്റെ കൈ ഒന്ന് പൊന്തിച്ചു വെക്കാമോ എന്ന്. അതിന് പറയേണ്ടത് കുഡ് യു റോൾ അപ്പ് യുവർ സ്ലീവ് പ്ലീസ്. കുഡ് യു റോൾ അപ്പ് യുവർ സ്ലീവ് പ്ലീസ്. റോൾ അപ്പ് എന്ന് പറഞ്ഞാൽ ചുരുട്ടി മേപ്പോട്ടാക്കുക. അപ്പോ കുഡ് യു റോൾ അപ്പ് യുവർ സ്ലീവ്, നിങ്ങളുടെ ഷർട്ടിന്റെ, അതായത് ഫുൾ കൈ ഷർട്ടാണ്, അപ്പൊ അതിനെ നിങ്ങൾ ഒന്ന് റോൾ അപ്പ് ചെയ്യാമോ. എന്നാലാണ് അവർക്ക് എന്താ പറയാ, ആ ബ്ലഡ് പ്രഷർ എടുക്കേണ്ട മെഷീൻ കയ്യിൽ ചുറ്റാനും പിടിക്കാനും എല്ലാം അവർക്ക് നമ്മുടെ സ്ലീവ് ഒന്ന് റോൾ അപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. കുഡ് യു റോൾ അപ്പ് യുവർ സ്ലീവ് പ്ലീസ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് റോൾ അപ്പ് യുവർ സ്ലീവ്. സ്ലീവ് എന്ന് പറഞ്ഞാൽ ഷർട്ടിന്റെ അല്ലെങ്കിൽ ഉടുപ്പിന്റെ
അരക്കൈ അതിനെയാണ് നമ്മൾ സ്ലീവ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നാടൻ ഭാഷയിൽ നമ്മൾ എന്താ പറയുക, ഫുൾ കൈ, അതിന് ഫുൾ സ്ലീവ്സ്, അല്ലെങ്കിൽ അരക്കൈ എന്ന് പറയുമ്പോൾ ഹാഫ് സ്ലീവ്. ബ്ലഡ് പ്രഷർ റീഡിംഗ് എല്ലാം എടുത്ത ശേഷം നമ്മൾ നേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ BP, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ ബ്ലഡ് പ്രഷർ, ഹൗ ഈസ് മൈ BP. ഇവിടെ നമുക്ക് ഹൗ ഈസ് മൈ BP, എൻ്റെ BP എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളിനെയും കൂട്ടിയാണ് ക്ലിനിക്കിൽ വന്നത്. അപ്പോൾ അത് ഒരു ആണാണെങ്കിൽ ഹൗ ഈസ് ഹിസ് BP, ഒരു സ്ത്രീ ആണെങ്കിൽ ഹൗ ഈസ് ഹെർ BP, അങ്ങനെ ചോദിക്കാം. ഇതിന്റെ മറുപടിയായി നേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ വളരെ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആണ്, അല്ലെങ്കിൽ വളരെ ഹൈ ആണ്. യുവർ ബ്ലഡ് പ്രഷർ ഇസ് ക്വൈറ്റ് ലോ. യുവർ ബ്ലഡ് പ്രഷർ ഇസ് ക്വൈറ്റ് ലോ. ക്വൈറ്റ് ലോ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അല്ലെങ്കിൽ യുവർ ബ്ലഡ് പ്രഷർ ഇസ് നോർമൽ ആണ്. അല്ലെങ്കിൽ യുവർ ബ്ലഡ് പ്രഷർ ഇസ് ഹൈ, കൂടുതലാണ്. അല്ലെങ്കിൽ യുവർ ബ്ലഡ് പ്രഷർ ഇസ് വെരി ഹൈ, വളരെ കൂടുതലാണ്. അതുപോലെ എന്റെ ടെമ്പറേച്ചർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ഇസ് മൈ ടെമ്പറേച്ചർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരുടെ ടെമ്പറേച്ചർ അറിയണമെങ്കിൽ ഹൗ ഇസ് ഹിസ് ടെമ്പറേച്ചർ, അവന്റെ ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്. ഹൗ ഇസ് ഹെർ ടെമ്പറേച്ചർ, ഒരു പെണ്ണാണെങ്കിൽ ഹൗ ഇസ് ഹെർ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അവളുടെ ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതിന്റെ മറുപടി യുവർ ടെമ്പറേച്ചർ ഇസ് നോർമൽ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ യുവർ ടെമ്പറേച്ചർ ഇസ് എ ലിറ്റിൽ ഹൈ, കുറച്ച് കൂടുതലാണ്. യുവർ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ, വളരെ കൂടുതലാണ്. യുവർ ടെമ്പറേച്ചർ ഇസ് എ ലിറ്റിൽ ഹൈ, അല്ലെങ്കിൽ വെരി ഹൈ. ഇവിടെയും നമ്മൾ യുവർ ടെമ്പറേച്ചർ എന്നതിന് പകരം ഹിസ് ടെമ്പറേച്ചർ ഇസ് ഹൈ അല്ലെങ്കിൽ നോർമൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ അവളുടെ എന്നതിന് ഹെർ ടെമ്പറേച്ചർ ഇസ് നോർമൽ, ഹെർ ടെമ്പറേച്ചർ ഇസ് ഹൈ, അല്ലെങ്കിൽ ഹെർ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. അപ്പോ ഈ ഹോസ്പിറ്റൽ സംഭാഷണത്തിന്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.